എറണാകുളം വേങ്ങൂർ പഞ്ചായത്തിൽ ജല അതോറിറ്റി വിതരണം ചെയ്ത കുടിവെള്ളത്തിലൂടെ പടർന്ന മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 2ആയി. 150ഓളം പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുള്ളത്. ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവരുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. അതേസമയം പ്രതിരോധം പാളി എന്നുള്ള ആക്ഷേപവും ഉയരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, എത്രത്തോളം ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്? വിഷ്ണു, ഈ മാതൃദിനത്തിൽ ഒരു ഗ്രാമത്തിലെ എല്ലാ മാതാക്കളും ആശങ്കയോടും കണ്ണീരോടെയും കഴിയുന്ന ഒരു കാഴ്ച തന്നെയാണ് വേങ്ങൂരിൽ നിലനിൽക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ജല അതോറിറ്റി വിതരണം ചെയ്ത കുടിവെള്ളം കുടിച്ച ആൾക്കാർക്കാണ് ഇവിടെ മഞ്ഞപ്പിത്തം ബാധിച്ചിരിക്കുന്നത്. 3 വർഷത്തിന് ശേഷം കഴിഞ്ഞ ഏപ്രിൽ 17-നാണ് ആദ്യമായി വേങ്ങൂർ പഞ്ചായത്തിൽ ഒരു ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിലെ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളുമെല്ലാം ആദ്യഘട്ടത്തിൽ മന്ദഗതിയിലായിരുന്നതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ദിവസത്തേക്ക് ഇത് 30-ലധികമായി വർദ്ധിച്ചു. പിന്നീട് ഇങ്ങോട്ടും ആ പ്രതിരോധം കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ 150 കടന്നിരിക്കുന്നു എന്നതാണ് ഔദ്യോഗിക കണക്ക്. ഇതേ സാഹചര്യത്തിൽ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയവരും അതോടൊപ്പം തന്നെ മറ്റു പച്ചമരുന്നുകളും മറ്റു ആയുർവേദ മരുന്നുകൾ കഴിക്കുന്നവരുമുണ്ട്. ഇവരുടെ ഒന്നും എണ്ണം കൃത്യമായി ഔദ്യോഗിക കണക്കിൽ ഉൾപ്പെട്ടിട്ടില്ല. അതുകൂടി കണക്കാക്കുകയാണെങ്കിൽ ഏതാണ്ട് 200-ലധികം വരും. സമീപ പഞ്ചായത്തിലേക്കും രോഗം പടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇതിനിടയിൽ 2 പേർ മരണപ്പെട്ടു മഞ്ഞപ്പിത്തം ബാധിച്ച്. അവസാനം കഴിഞ്ഞ ദിവസം ജോളി രാജു എന്ന 51-കാരിയാണ് മരിച്ചത്. ഇതോടെ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയാണ് ആ പഞ്ചായത്തിൽ നിലനിൽക്കുന്നത്. 4 പേർ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു. പലരും ചികിത്സ നടത്താൻ പണമില്ലാതെ വീട്ടിലേക്ക് മടങ്ങി ഈ രീതിയിൽ പച്ചമരുന്നും മറ്റും കഴിച്ച് വീട്ടിലിരിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ഒരു കുടുംബത്തിലെ തന്നെ മുഴുവൻ പേർക്കും രോഗം ബാധിച്ചതോടെ ആ കുടുംബത്തിൻ്റെ എല്ലാ വരുമാന മാർഗവും അടഞ്ഞിരിക്കുന്നു. ഈ ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് ആ ഗ്രാമത്തെ മൊത്തത്തിൽ ഉലയ്ക്കുന്നത്. പ്രധാനമായും 2 വാർഡുകളിലാണെങ്കിൽ പോലും സമ്പർക്കത്തിലൂടെയും മറ്റ് വാർഡുകളിലേക്കും രോഗം പടരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലും സൗജന്യ ചികിത്സ ലഭ്യമാക്കാനോ ഇത്തരത്തിൽ ജലവിതരണത്തിൽ വലിയ പാളിച്ച സൃഷ്ടിച്ച ആ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഒരു നടപടിയും ഇതുവരെയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വീഴ്ച. ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി പലരിൽ നിന്നും, വ്യവസായികളിൽ നിന്നും, വ്യാപാരികളിൽ നിന്നും, ബിസിനസ്സുകാരിൽ നിന്നും മറ്റും പണം സ്വരൂപിച്ചുകൊണ്ട് ഇതിനുള്ള ഈ രോഗികളെ സഹായിക്കാനെന്ന് പറഞ്ഞ് പണം പിരിക്കുന്നുണ്ടെങ്കിലും ഇത് ചില രോഗികൾക്ക് ഭക്ഷ്യധാന്യങ്ങളും മറ്റും ഭക്ഷ്യ സാധനങ്ങൾ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനം മാത്രമാണ് ചെയ്യുന്നത്. ഇതേ സാഹചര്യത്തിലാണ് പലരും ചികിത്സയ്ക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. ഇതിന് പരിഹാരം കാണാനുള്ള ഇടപെടൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നതും ആക്ഷേപമാണ്. ഇതോടൊപ്പം തന്നെയാണ് രോഗപ്രതിരോധത്തിനുള്ള നടപടികൾ അത് കടലാസിൽ ഒതുങ്ങുകയാണെന്ന ആക്ഷേപവും നിലനിൽക്കുന്നു. പലയിടങ്ങളിലും അവിടെ പലരുപയോഗിക്കുന്ന തരത്തിൽ പാത്രങ്ങളും ഗ്ലാസുകളും ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശമുണ്ടെന്ന് പറയുമ്പോഴും അതൊന്നും തന്നെ നടപ്പാവുന്നില്ല. പല കടകളിലും സർവത്തും മറ്റ് പാനീയങ്ങളും ഒക്കെ തന്നെ ഇത്തരത്തിൽ പലരും കുടിക്കുന്ന തരത്തിൽ കുപ്പി ഗ്ലാസുകളിലും മറ്റും വിതരണം ചെയ്യുന്ന സാഹചര്യവും നിലനിൽക്കുന്നു. ഈ രീതിയിൽ പ്രതിരോധത്തിന് കൃത്യമായ ഇടപെടലുകൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാവുന്നില്ല എന്നതാണ് വലിയ ആക്ഷേപം. ഒരു അനൗൺസ്മെൻറ്റ് നടത്തുകയോ നോട്ടീസുകൾ വിതരണം ചെയ്തതോ കൊണ്ട് അത് പൂർത്തിയാവുന്ന സാഹചര്യമുണ്ട്. ഇത്തരം നിരോധനം ഉള്ളപ്പോൾ തന്നെ ഇത്തരം ഗ്ലാസുകൾ, കുപ്പി ഗ്ലാസുകൾ, പാനീയങ്ങൾ വിതരണം ചെയ്യുന്ന കടകളിൽ പരിശോധന നടത്താനോ അതിനെ പ്രതിരോധിക്കാനോ ഉള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നത് അടക്കമുള്ള ആക്ഷേപവും നിലനിൽക്കുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ രോഗികളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചും വരുന്ന ഒരു അവസ്ഥ തന്നെയാണ് വേങ്ങൂരിൽ നിൽക്കുന്നത്. വിഷ്ണു, സുധീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പോലും പാളിച്ച ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷേ വരും ദിവസങ്ങളിൽ അത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് വഴിതെളിക്കുമെന്നല്ലേ നമ്മൾ കരുതേണ്ടത്? വിഷ്ണു, അങ്ങനത്തെ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം സമ്പർക്കത്തിലൂടെ ഇത് ഒരാൾ ഉപയോഗിച്ച പാത്രം മറ്റൊരാൾ ഉപയോഗിച്ചാൽ പോലും ഉമിനീരിലൂടെ ഈ രോഗം പകരാം. അത്തരത്തിൽ ഒരു ജലജന്യ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എ. അതിനെ പ്രതിരോധിക്കുന്നതിൽ സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെ എന്നത് സംബന്ധിച്ച് കൃത്യമായി ജനങ്ങളിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ സൂപ്പർ ക്ലോറിനേഷനും മറ്റും നടത്തി കഴിഞ്ഞുള്ള വെള്ളമാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. ആൾക്കാർ പലരും തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുന്ന രീതിയിലേക്കൊക്കെ കുറേയെങ്കിലും മാറിയിട്ടുണ്ട്. എന്നാൽ സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതിനെ പ്രതിരോധിക്കുന്നതിനുള്ള കൃത്യമായ ഒരു മാർഗനിർദ്ദേശം ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ രോഗം പടരുന്നു. ഈ രോഗം കണ്ടെത്തുന്നത് ഏറ്റവും നേരത്തെ ആയാൽ അത്രയും നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ രോഗം സുഖപ്പെടുന്ന സാഹചര്യമുണ്ട്. അത് പലപ്പോഴും വൈകുന്നു. അത്തരത്തിലൊരു കൂട്ടത്തോടെ രോഗം നിർണ്ണയിക്കുന്നതിനുള്ള ഒരു സമീപനം ഉണ്ടാകുന്നില്ല. അതിലുപരി ഈ രോഗം വന്നവർക്ക് കൃത്യമായതും വിദഗ്ധമായതുമായ ചികിത്സ ലഭ്യമാക്കുന്നതിൽ വലിയ പാളിച്ച ഉണ്ടാവുന്നു. നിരവധി പേരാണ് ചികിത്സയ്ക്ക് പണമില്ലാതെ. ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളിലും മറ്റും ചെന്നാൽ ഒരു കുടുംബത്തിലെ 4 പേര് ഒരുമിച്ച് ചെല്ലുമ്പോഴത്തേക്കുണ്ടാകുന്ന ഒരു സാമ്പത്തിക ബാധ്യതയുണ്ട്. അത് താങ്ങാൻ പറ്റുന്നവരിലല്ല പലർക്കും രോഗം ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാർക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനുള്ള ഇടപെടൽ വേണം. സർക്കാർ ആശുപത്രികളിൽ പോകരുതോ എന്ന് പലരും ചോദിക്കുന്നതായി പറയുന്നു. പക്ഷേ സർക്കാർ ആശുപത്രികളിൽ ഇതിന് കൃത്യമായ വിദഗ്ധമായ ചികിത്സ ഇവിടെ ലഭ്യമല്ലാത്ത അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും അവർക്ക് ആ ചികിത്സയ്ക്ക് പോയാൽ തന്നെ പുറത്തു നിന്നുണ്ടാവുന്ന ചിലവുകളുണ്ട്. ഇല്ലെങ്കിൽ അത്തരം സർക്കാർ ആശുപത്രികളിൽ പൂർണ്ണമായും വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു സാഹചര്യം സമൂഹത്തിലാകെ തന്നെ നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യവുമുണ്ട്. അവിടെ പോയാൽ അവർക്ക് കൃത്യമായ പരിചരണം ലഭിക്കാതെ വരുന്നു എന്നതാണ് പൊതുവിൽ ഉയരുന്ന പരാതി. പലരും രാഷ്ട്രീയ നേതാക്കളെയും മറ്റും കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചിട്ടാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തന്നെ ചിലർ ചികിത്സ തേടാൻ പോകുന്നത്. എന്നാൽ പോലും കിടക്കാൻ സ്ഥലം പോലും ലഭ്യമാകാത്ത സാഹചര്യമുള്ളതായി പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മൊത്തത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പാളിച്ചകൾ, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പാളിച്ച, ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള പാളിച്ച, ഇത് എല്ലാം കൂടി തന്നെയാണ് വേങ്ങൂരിലെ പ്രശ്നം വളരെ ആശങ്ക ഉണ്ടാക്കുന്ന നിലയിലേക്ക് മാറുന്നത്. ഇത് സമീപ പഞ്ചായത്ത് മുട്ടൂർ എന്ന പഞ്ചായത്തിലേക്ക് കൂടി വ്യാപിക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. 2 പേര് മരണപ്പെട്ടത് സജീവൻ എന്ന യുവാവ് സമീപ പഞ്ചായത്തിൽ നിന്നും ഇവിടെ എത്തിയതാണ്. ഇവിടെ വെച്ച് ജോലിക്കും ബന്ധുവിന്റെ വീട്ടിലും വന്ന് ഇവിടെ നിന്നും കുടിവെള്ളം കുടിച്ചതിലൂടെയാണ് രോഗം ബാധിച്ചത്. കൊച്ചിയിൽ നിന്ന് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.